പഴയങ്ങാടി വെങ്ങര മുട്ടം റെയിൽവേ മേൽപ്പാലത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. പ്രവൃത്തി തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലം പ്രവൃത്തി പാതി വഴിയിൽ നിലച്ച മട്ടാണ്. റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തതാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് അധികൃതർ. ദുരിതം പേറി യാത്രക്കാർ. മാടായി രാമന്തളി പഞ്ചായത്തുകളിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് മാടായി വെങ്ങര മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുക എന്നത്. എന്നാൽ പാലം പണി അനന്തമായി നീളുകയാണ്. പാലം പ്രവൃത്തി പാതി വഴിയിൽ മുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാണ് ഈ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാവുക? ശക്തമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കക്കപ്രവൻ മോഹനൻ നമ്മോടൊപ്പം ചേരുന്നു. നമ്മുടെ വെങ്ങരമുട്ടം മേൽപ്പാലത്തിൻ്റെ പ്രവൃത്തി അനന്തമായി നീണ്ടുപോവുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? സത്യത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന വെങ്ങര മുട്ടം ഭാഗങ്ങൾ. കാരണം ഈ ലെവൽ ക്രോസ് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് നിത്യം ബുദ്ധിമുട്ടാണ്. കാരണം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, നേവൽ അക്കാഡമിയിലേക്ക് പോകുന്ന ആളുകൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ യാത്രക്കാർ, അതുപോലെ തന്നെ 10-15ഓളം ബസ്സുകൾ, ഇതൊക്കെ നിരന്തരം പോകുന്ന ഒരു റൂട്ടിനകത്തുള്ള ഒരു മേൽപ്പാലം പണി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടെ നടപ്പാക്കുമെന്ന് വീമ്പിളക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ഘട്ടം വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മേൽപ്പാലം എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഇവിടെ ആകെ 2 ഭാഗത്ത് ഈ പറയുന്ന സ്ലാബ് വാർത്തിട്ടതല്ലാതെ ഇതിൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ, ഇതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ഇതുവരെ MLA വെളിപ്പെടുത്തുന്നില്ല. ഇത് നിത്യം ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലം വരുമ്പോൾ കൂടുതൽ ദുരിതത്തിലേക്ക് ആണ് ഇത് കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോഴും 3ാമത്തെ ട്രാക്കും കൂടി വരുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുമെന്ന് റെയിൽവേ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഈ പാലത്തിൻ്റെ പണി ആരംഭിക്കുക എന്ന് MLAയോട് ചോദിച്ചപ്പോൾ MLAക്ക് മറുപടിയില്ല. MPയോടാണെങ്കിൽ ഈ പറയുന്ന MLA ഈ പരിപാടി കൊണ്ടുവരുമ്പോൾ MPയോട് ഒരു വട്ടം കൂടി ആലോചിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടിക്രമത്തിന് MPയോട് ഡിസ്കസ് ചെയ്യുകയോ ചോദിക്കട്ടെ. MP എന്ന നിലയിൽ, അതായത് പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല ഈ റെയിൽവേ മേൽപ്പാലം എന്ന് പറയുന്നത്. അപ്പോൾ MP എന്ന നിലയിൽ പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇടപെടുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന MLA പറഞ്ഞത്, ഞങ്ങളതിൻ്റെ പരിപൂർണമായ നടപടിക്രമം പൂർത്തിയാക്കുന്നു. ഇതേപോലെ തന്നെയാണ് ഈ പറയുന്ന പഴയങ്ങാടി BV റോഡിലെ ഓവർ ബ്രിഡ്ജിനകത്ത് നടക്കുന്ന സംഭവവികാസങ്ങൾ. ആ ഓവർ ബ്രിഡ്ജും ഇതേ പറയുന്ന MLA പറയുന്നത് ഘട്ടം ഘട്ടമായി പണി പൂർത്തിയാക്കും, സംസ്ഥാന സർക്കാർ ഇത്ര പണം നീക്കി വെച്ചു എന്ന് പറയുമ്പോൾ ഇതുവരെ ആ പണിയും തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെയും. ഇത് കരാറുകാരന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായ ഒരു ശ്രമം നടത്തി എന്നല്ലാതെ ഇതിനപ്പുറത്ത് മറ്റൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇതുവരെ ഇതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളിപ്പോൾ MPയുമായി ബന്ധപ്പെട്ടിട്ട് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇതിൻ്റെ നടപടിക്രമം പൂർത്തീകരിക്കാനുള്ള ഒരു ആലോചനയുമായി മുന്നോട്ട് പോവുകയാണ്. മാടായി ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് കൂടിയാണ് താങ്കൾ, എന്തെങ്കിലും തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ നടത്തി? നമ്മുടെ ഒരു നിവേദക സംഘം പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോഴുള്ളത്. കാരണം മാടായി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടെ കടന്നു പോകുന്ന ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെ മനസ്സിലാക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ ഞങ്ങളുടെ ഭരണസമിതി അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഇതിനെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു നിവേദക സംഘത്തെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ ഇരുവശത്തെയും പ്രവൃത്തി പൂർത്തിയാക്കി. ഇനി ഈ കാണുന്ന പ്രദേശത്ത്, റെയിൽവേ പാളത്തിന് മുകളിലായിട്ടുള്ള പ്രദേശത്തു കൂടി പാലത്തിൻ്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിനായി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ അത്യാവശ്യമാണ്. പാലം പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്.